Hello everyone. In this class we are going to discuss about debtors turnover ratio. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. അതിനകത്ത് ആക്ടിവിറ്റി റേഷ്യോസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആക്ടിവിറ്റി റേഷ്യോസ് എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്? It shows how effectively a firm uses its available resources or assets. ഒരു ഫേം അതിൻ്റെ റിസോഴ്സസ് ഓർ അസറ്റ്സ് എത്ര എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഇൻ അസറ്റ് മാനേജ്മെൻറ്റ് അല്ലെ? ഒരു ഫേമിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസിയാണ് ഈ ആക്ടിവിറ്റി റേഷ്യോസിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ആക്ടിവിറ്റി റേഷ്യോസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഇത് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. അത് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടൈപ്പാണ് എന്ത്? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമുക്ക് നോക്കാം എന്താണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം യൂഷ്വലി ഫേം സെൽസ് ഗുഡ്സ് ഓൺ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ് അല്ലേ? നമ്മൾ ഫേംസ് ഗുഡ്സ് സെയിൽ ചെയ്യും. അതെല്ലാം ക്യാഷ് സെയിൽസ് തന്നെ ആയിക്കൊള്ളുന്നില്ല. എന്തുണ്ടാവും? ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാവും. Okay, as and when goods are sold on credit, the debtors or receivables appear in accounts അല്ലേ? ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഡെപ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ദ ഡെപ്റ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓവർ എ ഷോർട്ട് പീരീഡ്. നമുക്കറിയാം ഈ ഡെപ്റ്റേഴ്സ് എല്ലാ കാലത്തും ഡെപ്റ്റേഴ്സ് മാത്രമായിട്ട് ഇരുന്നാൽ മതിയോ? പോരാ അല്ലേ? അവരെന്ത് ചെയ്യണം? അവർ വാങ്ങിയിട്ടുള്ള ഗുഡ്സിൻ്റെ ക്യാഷ് കൊടുക്കണം, ക്യാഷ് സെയിൽസ് ആക്കിയത് മാറ്റണം. ഓക്കെ, അപ്പോൾ ഡെപ്റ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓവർ എ ഷോർട്ട് പീരീഡ്. ടു ജഡ്ജ് ദ ക്വാളിറ്റി ഓർ ലിക്വിഡിറ്റി ഓഫ് ഡെപ്റ്റേഴ്സ് വി യൂസ് ദ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. എന്താണ് ഈ ഡെപ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റി? അതല്ലെങ്കിൽ എന്താണ് ഈ ഡെപ്റ്റേഴ്സ് എത്ര പെട്ടെന്നാണ് അത് ക്യാഷ് ആയിട്ട് മാറുന്നത്? അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഏത്? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾസ്. ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. ഏതൊക്കെയാണ്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്, എത്ര ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്, ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ അല്ലേ? ആവറേജ് ഡെപ്റ്റേഴ്സ് ഓർ ഇൻക്ലൂഡിങ് ഏത്? ബിൽസ് റിസീവബിളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആവറേജ് ഡെപ്റ്റേഴ്സും അതുപോലെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഷോസ് ഹൗ ക്വിക്ക്ലി ഡെപ്റ്റേഴ്സ് ആർ റിയലൈസ്ഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എത്ര പെട്ടെന്നാണ് ഈ ഡെപ്റ്റേഴ്സ് ക്യാഷ് ആയിട്ട് മാറുന്നത് എന്നാണ് നമ്മൾ ഇതിനകത്ത് മെഷർ ചെയ്യുന്നത്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോനകത്ത് മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫേം കളക്ട്സ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്. ദ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിലൂടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഒരു ഫേം അതിൻ്റെ ഡെപ്റ്റേഴ്സിനെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യാൻ എടുക്കുന്ന ആ ടൈം പീരീഡ് എത്രയാണ് എന്നതാണ് നമ്മൾ ഏതിലൂടെ മെഷർ ചെയ്യുന്നത്? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിലൂടെ മെഷർ ചെയ്യുന്നത്. ആൻഡ് ദ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, നമുക്കിനി എന്ത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ദ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. എന്താണ് നെറ്റ്? നമ്മൾ പറഞ്ഞല്ലോ ഇറ്റ് മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. നമുക്കിത് അല്ലെങ്കിൽ എങ്ങനെയും പറയാം, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ബിൽസ് റിസീവബിൾ പ്ലസ് ആവറേജ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, ആവറേജ് ഡെപ്റ്റേഴ്സും ആവറേജ് ബിൽസ് റിസീവബിളും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ മെഷർ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം. പിന്നെ ഇതിനകത്ത് ഈ ഇക്വേഷനകത്ത് വരുന്ന രണ്ട് കോമ്പോണൻസ് ആണ് ഏതൊക്കെ? നെറ്റ് ക്രെഡിറ്റ് സെയിൽസും ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിളും. ഓക്കെ, അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദ ഡെപ്റ്റേഴ്സ് അറൈസ് ഇൻ റെസ്പെക്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, വി ഓൾറെഡി നോ ദ ഡെപ്റ്റേഴ്സ് അറൈസ് വെൻ ദർ ഈസ് എ ക്രെഡിറ്റ് സെയിൽസ് occurs. Only the credit sales will be taken and not the total sales.
അല്ലേ? നമ്മൾ ക്യാഷ് സെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഏത് മാത്രമാണ് ഇതിനകത്ത് നോക്കുന്നത്? ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ്. അതായത് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെയാണ് കിട്ടുക? ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ അല്ലെങ്കിൽ ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു gross credit sales minus sales return, and the gross credit sales can be calculated by deducting the cash sales from total sales. The second component is that the debtors including bills receivable. അല്ലേ? എന്താണ് debtors including bills receivable എന്ന് പറഞ്ഞാൽ? The total of debtors and bills receivable is known as accounts receivable or simply receivables. അല്ലേ? എന്താണ്? ഡെപ്റ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിൾസിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ട്സ് റിസീവബിൾസ് അല്ലെങ്കിൽ സിംപ്ലി റിസീവബിൾസ് എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ളതാണ് ഏതൊക്കെ? ആവറേജ് ഡെപ്റ്റേഴ്സും ആവറേജ് ബിൽസ് റിസീവബിൾസും. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആവറേജ് ഡെപ്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. എങ്ങനെയാണ്? ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് closing debtors all divided by 2, and average bills receivable can be calculated by adding opening bills receivable and closing receivable and dividing it by 2. Okay, therefore average bills receivable is equal to opening bills receivable plus closing bills receivable all divided by 2. If the opening debtors and opening bills receivables are not given or not available, their closing values may be taken. And it should be noted that the provision for bad and doubtful debts should not be deducted from debtors. Okay. Then the next topic or a sub topic coming under this category is average collection period. Okay, the average collection period എന്ന് പറഞ്ഞാൽ എന്താണ്? It means the number of days or months for which debtors and bills receivable remain outstanding. അല്ലേ? എന്താ പറയുന്നത്? എത്ര ഡേയ്സ് ഓർ നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ എത്ര മന്ത്സ് ആണ് ദ ബിൽസ് റിസീവബിൾസും അതുപോലെ ഡെപ്റ്റേഴ്സും റിമെയിൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നുള്ളത് നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് debtors velocity or average age of debtors. ഓക്കെ, ആ ഡെപ്റ്റേഴ്സിൻ്റെ പീരീഡ്, ആ ഡെപ്റ്റേഴ്സ് എത്ര പീരീഡ് നിൽക്കുന്നുണ്ട് അതാണ് നമ്മൾ എവിടെ മെഷർ ചെയ്യുന്നത്? ആവറേജ് കളക്ഷൻ പീരീഡിനകത്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു 360 or 12. 360 ഹിയർ നമ്മൾ 365 ഒരു ഇയറിലുള്ളത്. പക്ഷേ ആ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെടുത്തിന് 360 ഡേയ്സാണ് ഇവിടെ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 360 or 12 മന്ത്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 12 എടുക്കാം. ഓക്കെ, 360 or 12 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, or we can use other formula, that is average collection period is equal to average debtors including bills receivables divided by credit sales per day. Okay, എന്താണ്? average debtors including bills receivables divided by credit sales per day. credit sales per day എങ്ങനെ നമുക്ക് കാണാം? net credit sales whole divided by 365. ഒരു ദിവസത്തെ ക്രെഡിറ്റ് സെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ടാവും. അതിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ കിട്ടും. അതിനെ ആവറേജ് ഡെപ്റ്റേഴ്സോ ഓർ ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഇത് കിട്ടുന്നത്? ആവറേജ് കളക്ഷൻ പീരീഡ് ഓർ വെലോസിറ്റി ഇൻ കിട്ടുന്ന ഡെപ്റ്റേഴ്സ്. Then standard turnover ratio. A turnover ratio of 7 or a collection period of 45 days may be taken as satisfactory. Okay, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 7 ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ 45 ഡേയ്സ് ആയിട്ട് പറയും. ഓക്കെ, then to know whether the ratio is satisfactory or not, it should be compared with the ratio of
പ്രീവിയസ് ഇയർ ഓർ വിത്ത് ദ റേഷ്യോ ഓഫ് സിമിലർ ഫേംസ്. എന്താ പറയുന്നത്? സിമിലർ ഫേംസിലത്തെ റേഷ്യോ ഇട്ട് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇട്ട് കമ്പയർ ചെയ്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിൻ്റെ തന്നെ പ്രീവിയസ് ഇയറിലത്തെ റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സാറ്റിസ്ഫാക്ടറി റേഷ്യോ എത്രയാണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എ ഹയർ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദ എഫിഷ്യൻസി ഇൻ കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്. ഹയർ debtors turnover ratio shows the efficiency in collection from debtors, that is the debtors are collected more promptly, and a lower turnover ratio indicates inefficiency of management in collecting the debtors. Okay, ഇതാണ് അതിൻ്റെ ഡിസിഷൻ റൂളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വരുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട്സുകൾ തീർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കേട്ടിട്ട് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു.